ദൈവ തിരുനാമത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് നമ്മുടെ ലോങ് ഐലൻഡ് സെയിന്റ് ജോസഫ് ജ്ഞാനായ ഇടവകയിൽപ്പെട്ട എൻ്റെ വാത്സല്യ മക്കളെ, ആത്മീയ മക്കളെ, നമ്മുടെ പ്രിയങ്കരനായ ചെറുത്തലയ്ക്കലച്ഛന് പറഞ്ഞ ആ ഇൻട്രഡക്ടറി വേർഡ്സ് അതൊക്കെയും മെത്രാപ്പോലീത്തയോ അല്ലെ ഒരു വ്യക്തിയോ സംബന്ധിച്ച് മാത്രം അതിലൊതുങ്ങുന്നതല്ല. അതിലുപരിയായിട്ട് നമ്മുടെ ജ്ഞാനായ സമുദായത്തിൻ്റെ ചരിത്രം നാൾ വഴികളിൽ കൂടെ എത്രയോ കുറഞ്ഞ സമയം, മിനിറ്റുകൾക്കുള്ളിൽ വാസ്തവത്തിൽ he has gone through it. തലമുറകൾ നൂറ്റാണ്ടുകളുടെ ചരിത്രം അദ്ദേഹം പറഞ്ഞു. അവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും ഞാൻ ആവർത്തിക്കേണ്ടതില്ല. അതൊരു നട്ട്ഷെല്ലായിരുന്നു. ദ വെരി ഹിസ്റ്ററി ഓഫ് ദ ജ്ഞാനായ സമുദായം. അത് എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ട ചെറുത്തലയ്ക്കലച്ഛ, ഒത്തിരി നന്ദി, സന്തോഷം. കാരണം യുവർ വേർഡ്സ് വെർ സോ ഇൻഫർമേറ്റീവ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഒത്തിരി നമുക്ക്, ഈവൻ ദോ ഇറ്റ് വാസ് നോട്ട് ഇൻ ഡീറ്റെയിൽ, പക്ഷേ അറിയേണ്ട കാര്യങ്ങൾ നമ്മെ അറിയിച്ചു എന്നുള്ളതാണ് സത്യം. ആ കാര്യങ്ങൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ. ഇവിടെ പ്രിയപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു മാസത്തിന് മുകളിലായി, മോർ ദാൻ എ മന്ത്, ഞാനും ജ്ഞാനായ സമുദായത്തിൻ്റെ സെക്രട്ടറി ശ്രീമാൻ ടി എബ്രഹാം തോട്ടത്തിലും ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും യാത്രയിലാണല്ലോ. അപ്പോൾ ഓരോ ദേവാലയങ്ങളിലും ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്നത് ജ്ഞാനായ സമുദായത്തിൻ്റെ ആ ഉൾത്തുടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ആ സ്നേഹം അറിയിച്ചുകൊണ്ട്, സമുദായ മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിൽ, ആത്മീയ പിതാവ് എന്നുള്ള നിലയിൽ, വിശുദ്ധ കുർബാനാനന്തരം നടക്കുന്നതായ കൂടിവരവും കൂടെ ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ, ഒരു സ്പിരിച്വൽ തോട്ട്, അത് ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ഷെയർ വിത്ത് യു സം സ്പിരിച്വൽ ട്രൂത്ത്, എ മെസ്സേജ്. ഇറ്റ് ഈസ് ടു ബി ഡെലിവേർഡ് ബൈ ദ സമുദായ മെട്രോപൊളിറ്റൻ. അത് ഇറ്റ്സ് മൈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ അതുകൊണ്ട് പറയട്ടെ, നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്. വി ആർ ലിവിങ് ഇൻ ദിസ് വേൾഡ് ഓൺ ദിസ് എർത്ത്. എന്നാൽ തമ്പുരാൻ ക്രിസ്തു യേശു ഈ ലോകത്ത് ജീവിക്കുന്ന ആ തന്റെ ഡിസൈപ്പിൾസിനെ, അപ്പോസ്റ്റൽസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുന്നെങ്കിലും നിങ്ങൾ ലോകക്കാരെ പോലെ ആകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നെവർ ഫോർഗെറ്റ് ഇറ്റ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നെങ്കിലും ഈ ലോകത്ത് മറ്റ് ഏതൊരു മനുഷ്യന് ജീവിക്കുന്നത് പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. കാരണം ഞാൻ എടുത്തു പറയുവാൻ കാര്യം, there is a saying in English, of course, when you are in Rome, be a Roman. എന്നാൽ അതിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായിട്ടാണ് അത് മറ്റാരുമല്ല, അവർ ലോർഡ് ആൻഡ് സേവിയർ ക്രൈസ്റ്റ് ജീസസ് ഹിംസെൽഫ് ടോൾഡ്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ലോകക്കാരെ പോലെ നിങ്ങൾ ആകരുത്. കാരണം യു ആർ സെലക്ടഡ് ബൈ മീ. അതുകൊണ്ട് നിങ്ങളുടെ മൂല്യങ്ങൾ, നിങ്ങളുടെ ഈ ലോക ജീവിതത്തിലെ വാല്യൂസ് എന്ന് പറയുന്നത്, it should be heavenly values, not earthly values. അതാണ് പറഞ്ഞത്. സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം. ഈ ലോകത്ത് ജീവിക്കുന്നെങ്കിലും നിങ്ങൾ വാസ്തവത്തില് നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്, പൗരത്വം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ മാത്രമല്ല, ഓവർ ആൻഡ് എബോവ്. അതിനെക്കുറിച്ച് നിങ്ങൾ യു ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ. അതാണ്. ഈവൻ ദോ യു ലിവ് ഇൻ ദിസ് ഓർ യു ലിവിങ് ഇൻ ദിസ് വേൾഡ്, നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് നിങ്ങൾ സ്വർഗത്തിൻ്റെതാണ്.
അതുകൊണ്ട് സ്വർഗീയ പൗരനാണെങ്കിൽ ഏതൊരു വ്യക്തിയും തന്റെ പൗരത്വം എവിടെയാണോ ആ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമാണ്. ആ രാജ്യത്തിന്റെ we have to abide, live or abide by the laws of that particular country. ഏത് രാജ്യത്തിനും അതിൻ്റെതായ നിയമങ്ങളാണ്. എന്തിനു പറയണം, നമ്മൾ അനുദിന ജീവിതത്തിൽ കാണുന്ന ചില രാജ്യങ്ങളിൽ ഇടത്തുവശം ചേർന്ന് ഡ്രൈവ് ചെയ്യാനൊക്കത്തുള്ളൂ. അത് ആ രാജ്യത്തിന്റെ നിയമമാണ്. വേറെ ചില രാജ്യങ്ങളിൽ വലത്തുവശം ചേർന്ന് മാത്രമേ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തിനാന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ്. വേറെ നിസ്സാരമായി ഞാൻ പറയുക, അതെന്തിനാണെന്ന് ആർക്കാ ചോദിക്കാനാവുന്നത്? അതുപോലെ നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ സ്വർഗരാജ്യ പൗരന്മാരായി ജീവിക്കണമെന്ന് ക്രിസ്തു യേശു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്മേൽ അപ്പീലില്ല. അത് കർത്താവിന്റെ ഫൈനൽ വേർഡാണ്. ഞാൻ എന്തിനാണ് ഇത് വീണ്ടും പറയട്ടെ, നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ഗോഡ് ഓർ ഹെവൻ. സ്വർഗരാജ്യത്തിന്റെ സ്ഥാനാപതികളാണ് ഈ ഭൂമിയിൽ. കാരണം തിരുവചനം പറയുന്നു, കണ്ടാലും മക്കളെ, നിങ്ങൾ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ നാമം മഹത്വീകരിക്കപ്പെടേണ്ടതിന് നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായി നന്മ ചെയ്ത് ജീവിക്കണം. ഐ റിപ്പീറ്റ് ഇറ്റ്. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ നാമം മഹത്വീകരിക്കപ്പെടുന്നതിന് നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായി നന്മയുള്ളവരായി ജീവിക്കണം. അപ്പോൾ നാം അമേരിക്കയിൽ ജീവിച്ചാലും ഓസ്ട്രേലിയ, കാനഡ, ഗൾഫ്, ഇന്ത്യയിൽ എവിടെ ജീവിച്ചാലും നമ്മൾ മറ്റുള്ളവർക്കുടെ മുമ്പിൽ സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നന്മയിൽ ജീവിക്കണം. നമുക്കറിയാം, നമ്മൾ എവിടെ ജീവിച്ചാലും ആ വിശുദ്ധ തിരുവചനത്തിൽ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നമുക്കെല്ലാം അറിയാം, വാട്ട് ഈസ് ആഫ്റ്റർ ഓൾ സോഡമി, സോദോം ഗോമോറ എന്ന രണ്ട് നഗരങ്ങളിൽ നടന്നതായ അവിടുത്തെ ദൈവത്തിന് ഏറ്റവും അപ്രീതികരമായിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു. എന്താണ് അവിടെ നടന്നത്? മാരേജ് ബിറ്റ്വീൻ സെയിം സെക്സ്. പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം ചെയ്യുന്നത് പോലെയുള്ള സാഹചര്യങ്ങൾ, ഹോമോസെക്ഷുവാലിറ്റി. അതിനെ തിരുവചനം പറയുന്നത് സോദോം ഗോമോറ ടു ടൗൺസ് ഓർ സിറ്റീസ്. അതിനെ കത്തിച്ച് സെറ്റ് എബ്ലേസ് എന്നാ, സെറ്റ് എബ്ലേസ്, അതിനെ കത്തിച്ചു കളഞ്ഞെന്നാ പറയുന്ന ആ നഗരത്തെ. അത്രയ്ക്കാണ് ദൈവം അതിനെ വീക്ഷിച്ചത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മൾ അനേക രാജ്യങ്ങളിൽ പാർലമെന്റ് ലീഗലൈസ് ചെയ്യുകയാണ് ഒരേ സെയിം സെക്സിൽപ്പെട്ട ആളുകളുടെ വിവാഹം. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദിസ് വേൾഡ്? ദൈവം കത്തിച്ച് തീ അഗ്നിയിറക്കി നശിപ്പിച്ചു. അതിനെ ലീഗലൈസ് ചെയ്താൽ നമുക്കത് പ്രാക്ടിക്കലാകുക, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതിന് ലീഗൽ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഒരു രാജ്യവും പറയുന്നില്ല നിങ്ങൾ കമ്പൽസറി ആയി നിങ്ങൾ അങ്ങനെ തന്നെ വേണം, പുരുഷൻ പുരുഷനെ വിവാഹം ചെയ്യണമെന്ന് ഒരു രാജ്യവും ഒരു കമ്പനി ചെയ്യുന്നില്ല. ദാറ്റ് ഓപ്ഷൻ ഈസ് ദെയർ, ഇറ്റ് ഈസ് ഓപ്ഷണൽ. അതേയുള്ള പാർലമെന്റുകൾ പാസ്സാക്കുന്ന രാജ്യത്തിന്റെ നിയമം. പക്ഷേ സ്വർഗീയ പൗരന്മാരായ നാം പാർലമെന്റ് ഏത് രാജ്യത്തെയാണോ പാസ്സാക്കിയത് കൊണ്ട് അത് നമ്മളതാണോ ഫോളോ ചെയ്യേണ്ടത്? ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ മക്കളായി നമ്മൾ ജീവിക്കണം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല. നമുക്ക് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്നത്, ഓർഡേഴ്സ് എന്ന് പറയുന്നത്, ഡിറക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതാ നമ്മുടേത്. അതിനപ്പുറമായി നമ്മൾ ജീവിച്ചാൽ we are answerable to our Lord, we are accountable to our Lord. അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ പറയട്ടെ. അതുകൊണ്ട് നമ്മയൊക്കെയും സംബന്ധിച്ചിടത്തോളം നാം ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കാതെ പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ദൈവത്തിന് സമർപ്പിതരായിട്ട് കൊണ്ടുവരണം. ഞാൻ ചില പള്ളികളിൽ അത് സൂചിപ്പിച്ചതാണ് ഇതിനു മുമ്പ്. ഒരിക്കൽ കൂടെ എനിക്കത് സൂചിപ്പിക്കാതെ സാധിക്കില്ല. കാരണം so many parents have shared it with me.
തിരുമേനി, ഞങ്ങൾക്ക് വളരെയേറെ we have our own concern. അത് മറ്റൊന്നുമല്ല, ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈവൺ ഗ്രേഡ് 1, ക്ലാസ് 1 അല്ലെ ഇയർ 1 അവിടെ മുതൽ പോലും കുഞ്ഞുങ്ങളെ ഓൾട്ടർ ബോയ്സ് ആയിട്ട് വരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ മോൾഡ് ചെയ്ത്, അതായത് ഇടവകയിലെ വൈദിക ശ്രേഷ്ഠർ വഴി അതിൻ്റെ എല്ലാം അവരെ ട്രെയിൻ ചെയ്തു ഞങ്ങൾ വളർത്തിയെടുത്തു. എന്നാൽ ഇയർ 12 അല്ലെങ്കിൽ ഗ്രേഡ് 12 UK യിലാണെങ്കിൽ ഇയർ 13 കഴിഞ്ഞ് കോളേജിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ അവിടെ പറഞ്ഞു, അനേകം പേരൻസിനോട് പറഞ്ഞ കൺസേൺ, they never come back to the altar even on vacation. അവർ വരുമ്പോൾ, മോനെ നീ ഓൾട്ടറിൽ സെർവ് ചെയ്യണം, ഓൾട്ടർ ബോയ് ആയി. നോ വേ. എന്നാൽ നീ പള്ളിയിൽ പോകണം, യു അറ്റൻഡ് ദ ഹോളി യൂക്കറിസ്റ്റ്. നോ വേ. വി ആർ നോട്ട് റെഡി to go to church or to attend the holy eucharist, വിശുദ്ധ കുർബാന. അപ്പോൾ പരിശുദ്ധ മദ്ബഹായുടെ പോയിട്ട് മദ്ബഹായി ശുശ്രൂഷിച്ചിരുന്നവര്, അവര് ദൈവമക്കള്, അവരൊരു ആസ് എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി നമ്മുടെ പ്രൈമറി ഡ്യൂട്ടിയാണ് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കേണ്ടത്. അതിനുപോലും തയ്യാറാകാത്ത വിധമായി തീരുന്നെങ്കിൽ നമ്മൾ അതിന് പേരൻസിന്റെ കൺസേൺ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അതിശക്തമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കാര്യത്തിൽ മോൾഡ് ചെയ്തെടുക്കണം. ഞാൻ നിങ്ങൾ പേരൻസിനോട് പറയുകയാണ്, നമ്മൾക്ക് ഈ കുറഞ്ഞ പക്ഷം ഒരു 17-18 ഇയേഴ്സ് ഇറ്റ് ഈസ് ഇൻ യു, ഓൾ ചിൽഡ്രൻ ആർ ഇൻ യുവർ ഹാൻഡ്സ്. സാധാരണഗതി നമ്മുടെ നാട്ടിലാണ് +2 അല്ലെങ്കിൽ ഇവിടെ ഹൈസ്കൂൾ. ഈ ഹൈസ്കൂൾ വരെയെങ്കിലും നമ്മുടെ കയ്യിലാണ്. They completely depend on the parents. At least to a certain extent they depend on their parents. എന്നാൽ നിങ്ങൾ നോക്കി, ഒരു സൺഡേ സ്കൂൾ അധ്യാപകരുടെ കയ്യിൽ ചിലർ പറയും അവരുടെ ചുമതലയില്ലേ. എത്ര മണിക്കൂറാ ഒരു സൺഡേ സ്കൂൾ അധ്യാപകന്റെ കയ്യിൽ ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ കിട്ടുന്നത്? ഒരു ലേ പ്രീച്ചറുടെ കയ്യിൽ, സുവിശേഷന്റെ കയ്യിൽ എത്ര മണിക്കൂർ കിട്ടും? വേണ്ട ഒരു പുരോഹിതന്റെ കയ്യിൽ എത്ര മണിക്കൂർ കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ മോൾഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇത് പേരൻസിന് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്നത്. മാത്രവുമല്ല, നമുക്കെല്ലാം അറിയാവുന്നത് പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു 10, 12, 15 വയസ്സ് വരെയൊക്കെ അവരുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നതും ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അല്ലാതെ അവരൊക്കെ യൂത്ത് ആയി കഴിഞ്ഞ് അല്ലെങ്കിൽ ഈവൻ ടീനേജേഴ്സ് പോലും അല്ല, അതിനു മുമ്പ് തന്നെ ഓൾമോസ്റ്റ് അവരുടെ സ്വഭാവം രൂപീകരിക്കപ്പെടും. അപ്പോൾ ആ വിധത്തിലേക്ക് നമ്മൾ പറഞ്ഞു. ഞാനിത് ഒത്തിരി സന്തോഷം എനിക്ക് തോന്നി. ഒരു എക്സെപ്ഷനാണ് വാസ്തവത്തിന് നമ്മുടെ ലിയോ. ഞാൻ പേര് അപ്പോൾ ലിയോയെ ഞാനിങ്ങനെ ഓർത്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ലിയോ, വി ആർ റിയലി പ്രൗഡ് ഓഫ് യു ആസ് ദ മെട്രോപൊളിറ്റൻ. വി ആർ റിയലി പ്രൗഡ് ഓഫ് യു. കാരണം അദ്ദേഹം ടീനേജർ എല്ലാം കഴിഞ്ഞ് യൂത്തും കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ എല്ലാം പൂർത്തീകരിച്ച് അദ്ദേഹത്തിന് ജോലി ഈസ് എംപ്ലോയിഡ്, ഈസ് വെൽ പ്ലേസ്ഡ്, ഈസ് നമുക്കറിയാം വെൽ പെയ്ഡ്. അദ്ദേഹം വിവാഹവും കഴിഞ്ഞു, കുട്ടികളുടെ പിതാവുമായിട്ടും ഇപ്പോഴും നമുക്കറിയാം. അപ്പൊ ഒരു പിതാവാ, പക്ഷെ ഇപ്പോഴും അറിയപ്പെടുന്നത് ബോയി എന്നാ. ഓൾട്ടർ ബോയ് ഓൾട്ടർ ബോയ് എന്നാണല്ലോ നമ്മൾ. അല്ല, ഓൾട്ടർമാൻ എന്നൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയാ നമ്മളെല്ലാരും പറഞ്ഞല്ലേ. യൂഷ്വലി ജനറലി നോർമലി വി കോൾ അവർ ഓൾട്ടർ ബോയ്സ് എന്ന. അപ്പോൾ നമ്മുടെ ലിയോ ഇന്നും ബോയി. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ ഞാൻ പറഞ്ഞത്, who is responsible, who is behind these things? അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിയർ ചെറുത്തലയ്ക്കലച്ഛന്, ഈ ഇവരുടെ ആ അമ്മായില്ലേ കൊച്ചമ്മ, ആ മാതാപിതാക്കന്മാര് ആ വിധത്തിൽ മോൾഡ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഐ ആം ഷുവർ there will be no difference of opinion. കാരണം അതുപോലെ മോൾഡ് ചെയ്തിട്ട് ഞാൻ ആ ഒരു വ്യക്തിയെ പറയുന്നതിനേക്കാൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി പ്രിയപ്പെട്ട ചെറുത്തലയ്ക്കലച്ഛനും ആ കൊച്ചമ്മയും ഒക്കെയാണ്. അപ്പോൾ നമുക്കത് സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ us. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനുമായ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പറയാം, ലോർഡ് ക്യാൻ മേക്ക്
anything and everything possible for us, even though in the eyes of the world it is impossible. അസാധ്യമായതിനെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൽ ആശ്രയിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ വിധത്തിലാക്കിയെടുക്കാൻ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയും, ഒപ്പം നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ നമ്മുടെ മക്കള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു നീഡ് ഓഫ് ദി അവർ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനും സമുദായ സെക്രട്ടറിയും ഗ്രാനായ കമ്മിറ്റി എല്ലാം ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. Where is our priest? In the sense, we don't have sufficient priest here in US and in different countries. നമ്മൾ പല പള്ളികളിലേക്കും വൈദികരെ അപ്പോയിന്റ് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരു പോയിന്റ് കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാകും. ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ, they are altar boys sitting in front of us. അതുപോലെയുള്ള കുഞ്ഞുങ്ങള്, അവരെ നമ്മള്, because they are born and raised here only, ഇതുപോലെയുള്ള കുഞ്ഞുങ്ങള് സംസാരിക്കുകയാണെങ്കിൽ, if they become the priest, if they are ordained as priest, I guarantee you that my beloved spiritual children, my beloved people, നമ്മുടെ ഈ kids and children, they will pay the maximum attention to their words. ഞാൻ തന്നെ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ മെത്രാപ്പോലീത്തയോ വൈദികരോ അല്ലെങ്കിൽ ലേ ലീഡേഴ്സോ നമ്മുടെ ഒരു ദൈവാലയത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഇതുപോലെയുള്ള ഒരു ടീനേജർ അവിടെ സംസാരിക്കാനായിട്ട്, ഇഫ് ദേ കം ഫോർവേഡ് ആൻഡ് സ്പീക്ക് എന്താ പറയുന്നത്, ഇഫ് ദേ സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്, ഉടനെ മുഴുവൻ കുഞ്ഞുങ്ങളും അവര് എന്തൊരു കീൻ അറ്റൻഷനാണ്. ദേ ലുക്ക് അറ്റ് ഹിസ് ഫേസ് ഓർ അറ്റ് ഹെയർ ഫേസ്, ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുന്ന പോലെയാണ്. ഞാൻ പല പ്രാവശ്യവും ശ്രദ്ധിച്ചിട്ടുണ്ട്. നോട്ട് മ്യൂസിക്കോ അല്ലെ മറ്റു കാര്യങ്ങളോ ഡാൻസോ ഒന്നുമല്ല, അവരെന്തെങ്കിലും പറയുവാനായിട്ട് അവരെ, ഉദാഹരണം ഫെലിസിറ്റേഷൻ, അവരെ ഏൽപ്പിച്ചാൽ അങ്ങനെ നോക്കിയിരിക്കുക കണ്ണുകളിലേക്ക്. അപ്പോൾ ഇതുപോലെയുള്ള കുട്ടികള് ഈ തീർച്ചയായിട്ടും അവരെ നമുക്ക് പുരോഹിതന്മാരാക്കണം. അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്നവര് വേണ്ടെന്നല്ല, അവരും വേണം നമുക്ക്. അതിന്റെ ഒരു മിക്സർ ആയി തീരണം. അത് കോംപ്ലിമെന്ററിയാ, കോൺട്രഡിക്ടറി അല്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ കോൺട്രഡിക്ടറി, ഇറ്റ് ഈസ് കോംപ്ലിമെന്ററി. അതാ ഞാൻ പറഞ്ഞത്. അവിടുന്നുള്ള പുരോഹിതന്മാരും നമുക്ക് നാട്ടിൽ നിന്നുള്ളവരും സമയാസമയങ്ങളിൽ വരട്ടെ, മെത്രാപ്പൊലീത്തയാൽ ഐക്യപ്പെടാം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള കുഞ്ഞുങ്ങളും നമുക്ക് വരണം. അപ്പൊ എനിക്ക് ഇന്നിപ്പോ രാവിലെ തന്നെ നിങ്ങൾ അനേകര് മറ്റു പല പള്ളികളിലും ഉണ്ടായിരുന്നു. നമ്മുടെ ജോർജ് ഷമ്മാശൻ, അദ്ദേഹം ഹാർട്ട്ഫോർഡ്, അതുപോലെ തന്നെ രാഹുൽ ഷമ്മാശൻ ഇവിടെ ബോൺ ആൻഡ് റേസ്ഡ് ആണ്, അല്ലെങ്കിൽ അവർ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അവർക്ക് എത്രയോ മിംഗ്ലിങ്ങിനുള്ള സൗകര്യങ്ങളാണ്, ഇന്ററാക്ഷന്, ഈ കുട്ടികളുമായിട്ട്, ടീനേജേഴ്സ് യൂത്തുമായിട്ടുള്ള ഇന്ററാക്ഷന്. ദേ ആർ ദ റൈറ്റ് പേഴ്സൺസ് അല്ലെ, അവര് ആ ഡീക്കൻസ്. അവര് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇനിയും വരും തലമുറകളിൽ നമുക്ക് അങ്ങനെയുള്ളവർ വേണം. അതും ഈ പേരൻസാ നിങ്ങളാ വളർത്തിയെടുക്കേണ്ടത്. ഒരു പുരോഹിതൻ മാത്രം വിചാരിച്ചതുകൊണ്ടോ, ഇടവക വികാരിയച്ഛൻ വിചാരിച്ചോ, മറ്റുള്ളവർ വിചാരിച്ചുകൊണ്ടോ ഒരു കുഞ്ഞിനെ ഒന്നും വൈദിക വൃത്തിയിലേക്ക് അയക്കുവാൻ എളുപ്പമല്ല. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദേർ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി തിങ്. എന്നാൽ പേരൻസ്, ഇഫ് യു ടേക്ക് എ ഫെയർ ഡിസിഷൻ, ഇറ്റ് ഈസ് പോസിബിൾ. ഐ ഗ്യാരണ്ടി യു, ഐ അഷ്യൂർ യു, ഇറ്റ് ഈസ് എ റിയാലിറ്റി. നിങ്ങൾക്കറിയാം, യാക്കോബായ സഭയിലെ ഇൻ US ഒരു 2 ബ്രദേഴ്സ്, സിബ്ലിങ്സ്, as far as if I remember it correct exactly, ഡോക്ടേഴ്സ് 2 പേര്. ഈ US നിന്ന് മെഡിസിൻ പാസ്സായി മെഡിക്കൽ ഡിഗ്രീസ് ഉള്ള അവര് 2 പേര്, അവര് they are priest in the Jacobi Church in US, ഡോക്ടേഴ്സ്. അപ്പോൾ അവര് തീർച്ചയായിട്ടും ക്വാളിഫൈഡാ, അവര് പുരോഹിതന്മാരുമാണ്. അവരെങ്ങനെയായി തീർന്നത്? അവരെ ഞാൻ മനസ്സിലാക്കുന്നത്, they are born and raised here only, those two. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന അവരെ. ഞാൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇതൊന്നും അസാധ്യമല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ലിയോയുടെ കാര്യം പറഞ്ഞതുപോലെയോ, ഈ ഡോക്ടേഴ്സ് ആയിരിക്കുന്ന പുരോഹിതന്മാര് അവരുടെ പറഞ്ഞതുപോലെയോ സാധിക്കുമെങ്കിൽ ഇത് സാധിക്കുമെന്നുള്ളത് ഉറപ്പല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കണം.
അവര് നല്ല ശക്തമായി നമ്മുടെ കൊച്ചു തലമുറയെ വളർത്തിയിടുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ പള്ളി ഓൾമോസ്റ്റ് നമ്മൾ ഫില്ലായിരിക്കുക. വളരെ അങ്ങനെ കാര്യമായി ചെയറുകളൊന്നും വേക്കൻ്റ് ഇല്ല. ഞങ്ങൾ ചെന്നിടത്തെല്ലാം അങ്ങനെ. അപ്പൊ ഞാൻ പലരോടും ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള ടോക്കിൽ ഞങ്ങള് ഹൗസ് വിസിറ്റിന് പോയപ്പോൾ പറഞ്ഞു, ഇവിടെ നമുക്ക് ഫ്രം ടൈം ടു ടൈം ഇങ്ങനെ അവിടെ നിന്ന് ഇമിഗ്രൻസ് ആയിട്ട് നമുക്ക് ആളുകൾ നാട്ടിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുക. ഒരു ഓൺഗോയിങ് പ്രോസസ്സ് പോലെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവര് ഫാമിലിയായിട്ട് ഇങ്ങനെ വരിക. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഇതെല്ലാം ഓക്കെ ആയിട്ട് പോകുന്നത്. എന്നാൽ നമ്മുടെ ഈ കൊച്ചു തലമുറ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷനിൽ എത്ര പേരെ നമുക്ക് നമ്മുടെ സഭയോട് ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്നു, എത്ര പേരെ ഇവിടെ ജനിച്ചവരെ വളർന്നവരെ പുരോഹിതന്മാരാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ അവര് നിർബന്ധപൂർവം നമ്മുടെ ജ്ഞാനായ സമൂഹത്തിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യത്തക്ക വിധമുള്ള അവരൊരു മൈൻഡ് സെറ്റ് അവർക്കുണ്ടാക്കി കൊടുക്കുവാനായിട്ട് അതെങ്ങനെ നമുക്ക് സാധിക്കും? അപ്പോൾ ഞാൻ ഇവിടെ കുട്ടികൾ സാധാരണ പറയുന്നു, അങ്ങനെ ഒരു വേവ് ലെങ്ത് അവർക്ക് വേണം, അങ്ങനെ ഒരു കെമിസ്ട്രി അവർക്ക് വേണം, അങ്ങനെ ഒരു ചിന്താഗതി അവരുടെ ഹൃദയ മിടിപ്പ് തന്നെ ഞാൻ എൻ്റെ ലൈഫ് ലോങ് ഐ വിൽ റിമെയിൻ ഇൻ ദിസ് കമ്മ്യൂണിറ്റി. ഐ മീൻ നമ്മള് ജ്ഞാനായ ബോയ് ഷുഡ് മാരി എ ജ്ഞാനായ ഗേൾ. അതിനെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ കൂട്ടായിട്ട് ചിന്തിക്കണം. ഇപ്പോൾ നാട്ടിലിരിക്കുന്ന സമുദായ മെത്രാപ്പൊലീത്തയോ സമുദായ സെക്രട്ടറിയോ ജ്ഞാനായ കമ്മിറ്റിയോ അസോസിയേഷൻ മെമ്പേഴ്സോ ഞങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ we have our own limitations as you all know. അപ്പൊ അത് നിങ്ങൾക്കാണ് ദാറ്റ് ഡ്യൂട്ടി, അല്ലെങ്കിൽ ആ ചുമതല എന്ന് പറയുന്നത് സത്യത്തിൽ ഓൺ യുവർ ഷോൾഡർ. അല്ലാതെ അതുകൊണ്ട് ഞങ്ങൾക്കാർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നല്ല. I am sure what I mean you follow. I am sure you follow what I mean. അപ്പൊ അങ്ങനെ നിങ്ങൾ ആക്കിയെടുക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ ഈ കുഞ്ഞുങ്ങളെ കുറിച്ചാണ്. കാരണം we all will die one day. നമ്മൾ സീനിയേഴ്സാ. നമ്മൾ കടന്നു പോകുമ്പോൾ ഇവരാണ് they should be replaced in our place. അപ്പൊ അവരെ നമ്മുടെ കൂടെ നിർത്തണം. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ സമൂഹം എങ്ങനെയാ നമ്മൾ നിലനിർത്തുന്നത്? നമുക്ക് തലമുറയായി കൈമാറി തന്ന ആ അനുഗ്രഹീതമായ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ പറയേണ്ടത്, ഞങ്ങൾ അമേരിക്കൻ ഗ്രാനൈസ് എന്ന് യു പ്ലീസ് നെവർ സേ വി ആർ അമേരിക്കൻ ഗ്രാനൈസ്, ബട്ട് വി ആർ ഗ്രാനൈസ് ലിവിംഗ് ഇൻ അമേരിക്ക. There is a world of difference between those two sentences. കാരണം അമേരിക്കൻ ഗ്രാനായ എന്ന് പറയുമ്പോൾ അനേകർ പറയും ഞങ്ങൾ ബ്രിട്ടീഷ് ഗ്രാനായാണ്, ഞങ്ങൾ ഓസ്ട്രേലിയൻ ഗ്രാനായാണ്, ഞങ്ങൾ ന്യൂസിലാൻഡ് ഗ്രാനായ. നോ, നമ്മളെല്ലാം we are all granites. We have only one title, that is we granites. അതേ ഉള്ളൂ. എന്നാൽ ലിവിംഗ് ഇൻ ഡിഫറെന്റ് കൺട്രീസ്, ഓഫ് കോഴ്സ് അമേരിക്ക, US, UK, കാനഡ, ഓസ്ട്രേലിയ, ഗൾഫ്, അത് വിഷയമല്ല. ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. അതുകൊണ്ട് ആ ഒരു നെറ്റ്വർക്ക് ഈ കാലത്താണ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൽട്ട്. നമുക്ക് ആ ഒരു ഫ്രെയിം വർക്ക് പിടിച്ചു നിർത്താൻ ഒരു പ്രയാസവുമില്ല. നമുക്കറിയാം ഇപ്പോൾ ഒരാളെ കണ്ടുകൊണ്ട് സംസാരിക്കാനായിട്ട് വാട്സാപ്പ് ഉൾപ്പെടെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എന്താ പ്രയാസം. നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എത്ര ഈസിയാ, എത്ര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്കിൽ നാം 4-ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക്, മലങ്കരയിലേക്ക്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ വി ലിവ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. പക്ഷെ അവിടെയാണെങ്കിലും ആ നെറ്റ്വർക്കിന് ഒരു വിഷയവുമില്ല. എന്താ തടസ്സമുള്ളത്, എന്താ ബുദ്ധിമുട്ടുള്ളത്? അപ്പൊ നമുക്ക് നമ്മളുടെ ആ ഫെലോഷിപ്പ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്നാ പറയുന്നത്. ലെറ്റ് us സെലിബ്രേറ്റ്. എന്താണ് our ജ്ഞാനായത്വം, ജ്ഞാനായ വുഡ്, ആ ജ്ഞാനായ ഐഡന്റിറ്റി. ലെറ്റ് us സെലിബ്രേറ്റ് ഇറ്റ്. അതാ പിള്ളേർക്ക് it is to be celebrated എന്ന റിയാലിറ്റി we have to make them understand, we have to convince them. അവിടെയാണ് there lies our success. അവിടെ വിജയം അവിടെയാണ്. നിങ്ങൾ ഇതിനു മുമ്പ് പലയിടത്ത് വെച്ച് കേട്ടിട്ടുണ്ടല്ലേ വാക്കുകൾ ചുരുക്കട്ടെ. യഹൂദ പാരമ്പര്യങ്ങളിലെല്ലാം നിങ്ങൾക്കറിയാവുന്നതുപോലെ അവര് പാസ് ഓവറിനെ കുറിച്ച് നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അവര് അപ്പൻ ആ പെസഹായുടെ അന്ന്
പ്രത്യേകമായി അറ്റ് ദ ഹെഡ് ഓഫ് ദ ടേബിൾ അവിടെ ഇരുന്നു കൊണ്ട് അപ്പൻ പറയും, മക്കളെ, ഇതെന്തിനാണ് നമ്മൾ ഈ പെസഹ പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നമ്മൾ വി വെർ സ്ലേവ്സ് ഇൻ ഈജിപ്റ്റ്. നമുക്ക് ദ ലാൻഡ് ഫ്ലോയിങ് വിത്ത് ഹണി ആൻഡ് മിൽക്ക്, നമുക്ക് ഈ കനാൻ നാട്ടിലേക്ക് നമ്മളെ ദൈവം നയിച്ചു. യഹോവയായ ദൈവം, അവർ യാവേ ദൈവം നയിച്ചു. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മോസസ് ആൻഡ് ഹിസ് സക്സസേഴ്സ് നയിച്ചു. നമുക്ക് അതിനെ നമ്മൾ ഒരു നെവർ ഫോർഗെറ്റ് ഇറ്റ്. വി ഷുഡ് ബി താങ്ക്ഫുൾ ടു അവർ യാവേ ഗോഡ്, അവർ ലോർഡ് ഗാഡ്. ബി ഫെയ്ത്ത്ഫുൾ ടു ഹിം. അവനാണ് നമ്മളെ അവിടെ നിന്നും ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചത് പറയുക. അപ്പോൾ നമുക്കും നമ്മളെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പറയാൻ ദർ ഇസ് നോ ടൈം. നമ്മൾ മലങ്കരയിൽ കൊടുങ്ങല്ലൂരിൽ വന്നു. അതിനുശേഷം ഇന്ന് വിവിധ രാജ്യങ്ങളിലാണ്. എവിടെയായാലും പേരൻസ് പറയണം നമ്മുടെ ചരിത്രം, നമ്മളാരാണ്, ഹു ആർ വി. ഓരോ ബോയ് ഗേളിനോട് ആ പേരൻസ് സൺ ആൻഡ് ഡോട്ടറിനോട് പറയണം, മോനെ, യു ഷുഡ് നോ ഹു ആർ യു. അത് ആരാണ്? കർത്താവ് യഹോവയായി ദൈവം പറഞ്ഞു, ഐ ആം ഹൂ ഐ ആം, ഐ ആം വാട്ട് ഐ ആം. ആ ദൈവത്തിൻ്റെ മക്കളാണ് ഏബ്രഹാം, ഐസക്, ജേക്കബ്, അതിൻ്റെ പരമ്പര. ആ അനുഗ്രഹീതായ മക്കളാണ്. നമ്മുടെ രക്തം അത് ദൈവീകമായ കൃപ നിറഞ്ഞതാണ്. നമ്മൾ എന്നും we have to keep up that tradition, that heritage, that patrimony എല്ലാം നമ്മൾ സൂക്ഷിക്കണം. അത് അവരിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ഇൻജക്റ്റ് ചെയ്ത്, അത് ഇറ്റ് ഷുഡ് ബി ഇൻ ദ ബ്ലഡ് ഓഫ് അവർ ചിൽഡ്രൻ. നമ്മൾ പറയും രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല അത് മാറ്റിയെടുക്കാൻ. അതവരുടെ രക്തത്തിലേക്ക് അങ്ങ് ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കണം ജ്ഞാനായത്വം. അതൊരിക്കലും ഡിസ്ക്രിമിനേഷൻ. പല കുട്ടികളും എന്നോട് തന്നെ ചോദിച്ചു, പേരൻസിനോട് ചോദിക്കുന്നു, ഈസ് ഇറ്റ് എ ഡിസ്ക്രിമിനേഷൻ ഓർ നോട്ട്? റേഷ്യൽ ഐഡന്റിറ്റി, ആ വാക്ക് തന്നെ റേഷ്യൽ എന്നുള്ള വാക്കേ നമ്മൾ ഉപയോഗിക്കേണ്ട. എന്തിനാ റേഷ്യൽ പറയുന്നത്? അവർ ഓൺ ഐഡന്റിറ്റി, ദാറ്റ്സ് ഓൾ. വെൻ വി ആഡ് ദാറ്റ് വേർഡ് റേഷ്യൽ, ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് എ ഫാർ റീച്ചിങ് ഇംപ്ലിക്കേഷൻസ്. നോ ഡൗട്ട് അറ്റ് ഓൾ. റേഷ്യൽ എന്നൊന്നും പറയാം. വി ഹാവ് അവർ ഓൺ ഐഡന്റിറ്റി. കീപ് അപ്പ് ദാറ്റ് ഐഡന്റിറ്റി. അതെന്താണ്? ക്രിസ്തു യേശുവിനോട് ചേർന്ന്, മർത്തമറിയമമ്മ ദൈവമാതാവിനോട് ചേർന്നുള്ള ആ അനുഗ്രഹീതമായ പാരമ്പര്യമാണ് നല്ലത്. 12 സ്ത്രീയന്മാരുടെ പാരമ്പര്യമാണ് നമ്മുടേത്. നമ്മൾ ജ്ഞാനായ സമൂഹത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ എന്ന് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, ഒപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമ്മൾ അംബാസിഡേഴ്സ്, സ്ഥാനാധിപതികളാണ്, ദൈവത്തിന്റെ സ്വന്തം സ്ഥാനാപതി. അപ്പോൾ ഒരു അംബാസഡറുടെ ജോലി ഇപ്പോൾ ഈ അമേരിക്കയിലോ അല്ലെ UK-യിലോ കാനഡയിലോ ഒരു ഇന്ത്യയുടെ അംബാസഡർ വന്നാൽ ആ അംബാസഡറുടെ ജോലി ഒരിക്കൽ പോലും ആ രാജ്യത്തിന്റെ, ഇപ്പോൾ UK-യിൽ ചെന്നാൽ ഇന്ത്യയുടെ അംബാസഡറുടെ ജോലി UK-യുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുകയല്ല. ആസ് വി ഓൾ നോ, അദ്ദേഹത്തിന്റെ ജോലി പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അതാർക്കാ അറിയാൻ പാടില്ലാത്ത. അപ്പോൾ അദ്ദേഹം ആ ഇംഗ്ലണ്ടിൽ ജീവിക്കുമല്ല കാനഡയിൽ ജീവിക്കുമ്പോഴും ഇന്ത്യയുടെ അംബാസഡർ ആയതുകൊണ്ട് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും വിധത്തിലായിട്ട് അദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നില്ലെന്ന് കണ്ടാൽ നമുക്കറിയാം, ഉടൻ തന്നെ അദ്ദേഹം ആ പ്രൊട്ടസ്റ്റ് അറിയിക്കുക ചെയ്യുന്ന ആ രാജ്യത്തിന്റെ, തന്നെ ഏത് രാജ്യമാണോ അയച്ചത് ആ രാജ്യത്തിന്റെ പ്രൊട്ടസ്റ്റ് അത് പബ്ലിക്കായിട്ട് തന്നെ അത് രേഖപ്പെടുത്തുമെന്ന് നമുക്കെല്ലാം അറിയാം. നമ്മളും ഈ രാജ്യത്ത് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള മദർ കൺട്രി എന്ന് പറയുന്നത് സ്വർഗരാജ്യം, ദൈവരാജ്യമാണ്, ദൈവമായ കർത്താവിൻ്റെ രാജ്യമാണ്. ആ രാജ്യത്തിന്റെ മൂല്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും നടന്നാൽ അവിടെ പ്രൊട്ടസ്റ്റ് അറിയിച്ച് അതിൽ നിന്ന് കീപ്പ് അവേ ഫ്രം ഇറ്റ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ ആ സ്പിരിച്വൽ മെസ്സേജ്. അതോടൊപ്പം സമുദായത്തിന്റെ വിഷയങ്ങളിലേക്കും കടക്കുവാൻ ഈ സമയത്തിന്റെ പരിമിതി ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അപ്പോൾ തന്നെ സന്തോഷത്തോടെ പറയട്ടെ, നമ്മുടെ ഒരിക്കൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട CA തോമസ് അച്ഛൻ, ചെറുത്തലയ്ക്കൽ അച്ഛന്, അദ്ദേഹം ഈ എനിക്കത് പറയുമ്പോൾ ഞാൻ ഓർക്കാം, ഞാൻ ഈ സസ്പെൻഡ് ചെയ്ത കാര്യമൊക്കെ ഓർക്കുമ്പോൾ
ചെറുതലയ്ക്കൽ അച്ഛനും ചെറിയ സസ്പെൻഷനൊക്കെ ഡ്യൂറിങ് ഹിസ് പ്രീസ്റ്റ്ഹുഡ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമുള്ളതുകൊണ്ട് അച്ഛൻ ഇത്രയുമൊക്കെ പറഞ്ഞപ്പോൾ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടു അതിൻ്റെ ഒന്നും ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഒരിക്കലായിട്ട് അദ്ദേഹം ഓൾസോ അദ്ദേഹം ആ പ്രീസ്റ്റ്ഹുഡിൽ നിന്നൊക്കെ അല്ല സസ്പെൻഡ് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് ഇവിടെയൊക്കെ റെസ്ട്രെയിനിങ് ഓർഡർ എന്ന് പറഞ്ഞ പോലെ റെസ്ട്രെയിനിങ് ഓർഡറിലുണ്ടായിരുന്ന അച്ഛനും കുറേ നാൾ അറിയാവുന്നവർക്കറിയാം. പക്ഷേ സത്യം ഒരിക്കലായിട്ട് വെളിപ്പെട്ടു. അച്ഛൻ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെട്ടു. അച്ഛൻ മാത്രമല്ല 6-7 പ്രീസ്റ്റ്. അതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തീർച്ചയായിട്ടും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അതിനകത്ത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും അത് മറന്നു പോകരുത്. ജ്ഞാനായ സമുദായത്തിന്റെ മെത്രാപ്പൊലീത്തയായി സേവേറിയോസ് മെത്രാച്ചൻ മാത്രമല്ല ഇരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് അനേകർക്കറിയാവുന്ന കാര്യമാണ്, പേര് പറയുന്നില്ല, ഒരു പുരോഹിതൻ നമ്മളുടെ ഈ ജ്ഞാനായ സമൂഹത്തിൽ നിന്നും അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും മാറി മറ്റൊരു സഭയിൽ പോയി അവിടെ കോർപ്പിസ്കോപ്പ സ്ഥാനം ഉൾപ്പെടെ സ്വീകരിക്കുകയും അനേകം വൈദികര് നമ്മളിൽ നിന്ന് വ്യത്യസ്തമെന്ന് കരുതുന്ന ആ സഭയിലെ പള്ളികളുടെ ചുമതലയും വഹിച്ച കാലഘട്ടം ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ മെത്രാപ്പൊലീത്ത ആയതിനു ശേഷം ഒന്നുമല്ല. ഞാൻ പറഞ്ഞത് ഇഷ്യൂസ് ആർ ഓൾവേസ് ദെയർ, ഇഷ്യൂസ് ആർ ത്രൂ ഔട്ട്. ഇങ്ങനെ കാലഘട്ടം മുഴുവനും ഉണ്ടായിട്ടുണ്ട്. അതറിയാവുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് എന്നേക്കുമായി എല്ലാം തീരുകയല്ല. കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിൽ ഇതൊക്കെ മാറി മറിയും. അതുകൊണ്ട് ജ്ഞാനായ സമുദായത്തിന്റെ മെത്രാപ്പൊലീത്തയായ എൻ്റെ പേരിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിരിക്കുന്നെങ്കിലും ഇതിനൊക്കെ അന്ധകാരത്തിന് ശേഷവും വെളിച്ചമുണ്ടായേ തീരുകയുള്ളൂ. കൊടുങ്കാറ്റ് ഒരിക്കലായി ശമിച്ചേ തീരുകയുള്ളൂ. ആസ് വി ഓൾ നോ ഇറ്റ് വെരി വെൽ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകും. പക്ഷേ വെളിച്ചത്തിലേക്ക് നമ്മൾ മന്നം നടന്നു നീങ്ങും. രാവിലെ ഞാൻ നമ്മുടെ ഇവിടെ പള്ളിയിൽ സൂചിപ്പിച്ചതുപോലെ, ന്യൂജേഴ്സി പള്ളിയിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരിക്കലും നിരാശരാകേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ഉൾപ്പെടെ കൂദാശകൾ അർപ്പിക്കുന്നത് ഉൾപ്പെടെ ചെയ്യുന്നതിൽ നിന്നും എനിക്ക് റെസ്ട്രെയിനിങ് ഓർഡർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ആ റെസ്ട്രെയിനിങ് ഓർഡർ വന്നപ്പോൾ, റെസ്ട്രെയിനിങ് ഓർഡർ വരുന്നതിന് മുമ്പ് ഇതുപോലെ വിധത്തിൽ എനിക്ക് സ്വീകരണമൊക്കെ തരുമായിരുന്നെങ്കിലും എന്നെ ആരും തോളിക്കേറ്റിക്കൊണ്ട് നടക്കത്തില്ലായിരുന്നു. അതിനു മുമ്പ് റെസ്ട്രെയിനിങ് ഓർഡർ വന്നപ്പോൾ ഇപ്പൊ എനിക്ക് ഭൂമി കൂടെ നടക്കാനൊക്കുന്നില്ല, തോളിലാണ് കയറ്റിക്കൊണ്ട് നടക്കുന്നത്. നിങ്ങളെല്ലാം കാണുന്ന സോഷ്യൽ മീഡിയ. ഞാൻ അതിലൊരു സന്തോഷം കണ്ടെത്തുകയല്ല പറഞ്ഞത്, ആളുകളുടെ ആവേശം. അല്ലാതെ കുറച്ചുപേരെ ഇങ്ങോട്ട് വിളിച്ചു നിർത്തി സേവേറിയോസ് മെത്രാച്ചനായി എന്നെ നിങ്ങൾ തോളിലേറ്റിക്കൊണ്ട് നടക്കണമെന്നൊന്നും ആരും പറയത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. അതാണ് ജനങ്ങളുടെ, ദൈവജനത്തിന്റെ ആവേശം ഈ സമുദായത്തെ കുറിച്ച്. അത് പ്രിയപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചു. എനിക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ട സമുദായ സെക്രട്ടറി ടി.ഒ. എബ്രഹാം അദ്ദേഹവും ആ കാര്യങ്ങൾ വളരെ മേക്ക് ഇറ്റ് ക്ലിയർ, വീണ്ടും അത് വ്യക്തമാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം വാക്കുകളിലേക്ക് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ആ ദൈവജനം എത്രമാത്രം ഈ സമുദായത്തെയും സമുദായ മെത്രാപ്പൊലീത്തയും ഗ്രാനായ കമ്മിറ്റിയും സമുദായ ട്രസ്റ്റി സെക്രട്ടറി എല്ലാവരെയും അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അവരോടുകൂടിയാണ് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുതലയ്ക്കൽ അച്ഛൻ 6 നൂറ്റാണ്ടായി പുരോഹിതനായിട്ട്. അതിൻ്റെ വലിയ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഞാൻ അച്ഛ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുന്നു. ചെറുതലയ്ക്കൽ അച്ഛൻ്റെ ആ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ ഈ സമയത്ത്, ഞാൻ 50th പ്രീസ്ലി ഓർഡിനേഷന്റെ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ചെറുതലയ്ക്കൽ അച്ഛനെ അദ്ദേഹത്തിന്റെ ഈ 50 വർഷം പുരോഹിതനായിട്ട് പൂർത്തീകരിച്ച ഈ സന്ദർഭത്തിൽ അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. എല്ലാവരും കൈയടിച്ചുകൊണ്ട് അച്ഛനോടുള്ള ആ സേവനത്തെ നമുക്ക് അംഗീകരിക്കാം. വേറെ ഞാൻ ഓർക്കുകയാണ്, ഇവിടുത്തെ റോയ് ജയിക്കം മാരുത്തിച്ചേരില് ഞാനും എൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ പിതാവും മുതൽക്കുള്ള സ്നേഹ താല്പര്യങ്ങൾ ഞാൻ ഈ സമയത്ത് ഓർക്കുക. റോയിയോട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവും എൻ്റെ പിതാവും അത്രമാത്രം ഒരു സന്തോഷവും സ്നേഹത്തിലും വസിച്ചിരുന്നവരാണ് എന്നുള്ള കാര്യവും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ട്രസ്റ്റിയാണല്ലോ.
അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ എത്ര വർഷമായി കാണും അദ്ദേഹം ട്രസ്റ്റി ആയിട്ട് എന്നുള്ളത് എണ്ണിയെടുക്കാൻ തന്നെ അല്പനേരം ആലോചിക്കേണ്ട ഒരു സാഹചര്യമാണ് പലരും എന്നോട്. ഞാൻ ചോദിച്ചു, റോയ് എത്ര വർഷമായി ട്രസ്റ്റി? അതൊക്കെ തിരുമേനി ഒന്നോടൊന്ന് ആലോചിക്കണം. കാരണം അതുപോലെ വർഷങ്ങളായി റോയി മാലത്തുശ്ശേരി പ്രത്യേകമായി എല്ലാ അഭിനന്ദനങ്ങളും നമ്മുടെ റോയിക്കും അറിയിക്കുമ്പോൾ തന്നെ സെക്രട്ടറി ജയിക്കം നമുക്ക് കാത്തരശ്ശേരി അദ്ദേഹത്തെയും ഞാൻ സെക്രട്ടറിയെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സ് ആണല്ലോ ടിജു തോമസ് മൂഴിപ്പറമ്പിലും സാബു പുറയാറ്റ്, ഈ രണ്ടുപേരെയും ഞാൻ ഓർക്കുന്നു. ടിജുവിനും സാബുവിനെയും ഞാൻ കൺഗ്രാജുലേഷൻസ് അവർക്ക് രണ്ടുപേർക്കും, അതുപോലെ ട്രസ്റ്റി സെക്രട്ടറി എല്ലാവരെയും കൺഗ്രാസ് നൽകുന്നു. ഈ ടിജു ഒക്കെ ആയിട്ടുള്ള സ്നേഹബന്ധം അതൊക്കെയും അതും അവരുടെ പിതാവും ഈ ടിജുവിൻ്റെ പിതാവും എൻ്റെ പിതാവും മുതലൊക്കെ തന്നെ ഉള്ള ആ സ്നേഹബന്ധം ഉണ്ടായിരുന്നതും ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. KSAയിലും ഒക്കെയുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ അത് ഞാനായി കോൺഗ്രസിലെയും ഒക്കെയും ഓർമ്മ വരുന്നു. അപ്പോൾ തന്നെയാണ് ചർച്ചിൻ്റെ കൊയർ തോമസ് കുട്ടി കന്നാലില്, അതുപോലെ തന്നെ ബിബിൻ കന്നാലില്, ജോസ്ലി പെരിങ്കണ്ണാലില്, അവരെ എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അവരൊക്കെയും നല്ല ഗുഡ് സിംഗേഴ്സാണ്. അവരെ നിങ്ങളുടെ വലിയ സേവനം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തോമസ് കുട്ടി കന്നാലിലെ വർഷങ്ങളായിട്ട് അദ്ദേഹം എൻ്റെ അങ്ങോട്ട് മാറിപ്പോയതേ ഉള്ളൂ, ഞാൻ അവിടെ അറിഞ്ഞിരുന്നതുകൊണ്ട്. തോമസ് കുട്ടി കന്നാലും ബിബിനും ജോസിനും ഒന്ന് എഴുന്നേൽക്കുക. ഞങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് അവർക്ക് സർവീസ്. നമുക്കറിയാം ഇതെല്ലാം ഒരു മോണിറ്ററി ബെനിഫിറ്റിൻ്റെയും പേരിലല്ല, ഇതിനൊക്കെ അതിൻ്റെതായ ത്യാഗം, സാക്രിഫൈസ് ഉണ്ട്. നോ മോണിറ്ററി ബെനിഫിറ്റ് അറ്റ് ഓൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇറ്റ് ഈസ് ടു ബി അപ്രീഷിയേറ്റ്. തീർച്ചയായിട്ടും ആ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമാണെങ്കിലും ആ രഹസ്യം ഞാൻ